പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ വൈൻ ഉണ്ടാക്കിയിട്ട് 4ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ വൈൻ ഉണ്ടാക്കണം നിങ്ങൾ കണ്ടില്ലല്ലോ, ആദ്യം തന്നെ നമുക്കിത് കാണാം. വൈൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ 2 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് കാലത്ത് വെള്ളത്തിലിട്ട് വെച്ചാണ് ഇപ്പോഴാണ് എടുക്കുന്നത്, വൈകുന്നേരം 6 മണിയിട്ടാണ്. അപ്പോൾ അത്രയ്ക്കധികം സമയം നന്നായി കഴുകണം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ വൈനെ കുടിക്കുമ്പോൾ തൊണ്ടയിൽ ചൊറിച്ചിൽ വരും, ജ്യൂസ് കുടിക്കുമ്പോൾ ചൊറിച്ചിൽ വരും. അപ്പോൾ നന്നായി കഴുകി വേർപ്പെടുത്തി എടുത്തിട്ടുള്ളതാണ് 2 കിലോ. പിന്നെ 2 കിലോ പഞ്ചസാര, അതായത് 2 കിലോ മുന്തിരി എടുക്കുകയാണെങ്കിൽ 2 കിലോ പഞ്ചസാര. പിന്നെ 3 ലിറ്ററിന് മീതെ വെള്ളം, ഒരു 3,200 എടുക്കാം, കുഴപ്പമില്ല. നല്ല ഈ തിളപ്പിച്ചാറിയ വെള്ളം കേട്ടോ, ഫിൽട്ടർ ചെയ്ത വെള്ളമാണെങ്കിൽ നല്ലത്. പിന്നെ ഇത് കറുവപ്പട്ട, 10 ഗ്രാം ഈസ്റ്റ്, ഒരു 10-12 ഏലക്കായ, പിന്നെ 100 ഗ്രാം സൂചി ഗോതമ്പ്. കണ്ട സൂചി ഗോതമ്പ് കേട്ടോ. ഇത്ര സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ഈ മുന്തിരിയില്ലേ, ഇത് കൈ കൊണ്ട് തിരുമ്മി ഉടയ്ക്കുക. ഇരുട്ടായിട്ടാ കണ്ട ഇവിടെയൊക്കെ ചവറുമായ എല്ലാ മരങ്ങളും എല്ലാം പൊഴിച്ചു തുടങ്ങി. അപ്പോൾ എത്ര ഇതടിച്ചിട്ടും, അതായത് ഈ ചൂലുകൊണ്ട് ഇത് അടിച്ചിട്ടും ഇത് കഴിയുന്നില്ല. മുന്തിരി ആദ്യം കൈ കൊണ്ട് ഉടക്കുക. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വൈനാണ് കേട്ടാ. ഈ വൈനായിട്ട് മാറി കഴിഞ്ഞാൽ കുടിക്കാനായിട്ട് എനിക്ക് വലിയ ടേസ്റ്റ് തോന്നുന്നില്ല ചേട്ടാ, സത്യമായിട്ടും. ചിലപ്പോ അതിന്റെ മണം ഒന്നും നമുക്ക് അതിന്റെ മദ്യത്തിന്റെ മണം ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും. അതന്നെയാണ്. പക്ഷെ ഒരു 3, 4, 5 ദിവസമൊക്കെ എത്തുമ്പോ അത് കുടിക്കാനായിട്ട് അതിനു വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ വീട്ടില് വിരുന്നാര് വരില്ലേ, വിരുന്നാരെന്ന് പറഞ്ഞ വാക്ക് ഇനി മിണ്ടരുത്. വിരുന്നാർക്ക് അവർക്ക് കൊടുക്കാന്ന്. അതല്ല, നമ്മള് 5-ാം ദിവസം ക്രിസ്മസിനൊക്കെ ഓരോരുത്തർ വീട്ടിലൊക്കെ വരില്ലേ. ക്രിസ്മസിനല്ലേ, ഏതെങ്കിലും ദിവസങ്ങളില് പെരുന്നാളുകളാ അല്ലെങ്കിൽ പൂരങ്ങളാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അന്നത്തെ ദിവസം അതിഥികൾ വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 5 ദിവസം മുന്നേ നമ്മൾ ഇട്ടേക്ക് പറയാട്ടാ എത്രാമത്തെ ദിവസമാണ് ഇത് ഏറ്റവും ടേസ്റ്റ് പറയാം. അപ്പൊ കൃത്യം അത്ര ദിവസം മുന്നിട്ട് ആ മദ്യത്തിന്റെ മണം ഇഷ്ടപ്പെടാത്തവര് ഉടച്ചുട്ടാ. ഉടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈൻഡാനുള്ള പാത്രം, ഇതിൽ 20 ലിറ്ററാണ് കൊള്ളാം. നമ്മുടെ ആപ്പാടി അത്രയ്ക്കൊന്നും വരില്ല. അത് തുറന്നിട്ട് പാത്രത്തിലിട്ടാ മതിയായിരുന്നു. ഇത് പാത്രം നല്ലത് നോക്കിയേ, ഇതിലേക്കാണ്ട് ഒഴിക്കുക. ഒക്കെ ഇതിലേക്കാണ്ട് തട്ടുന്നു. നമ്മൾ കുറച്ചുണ്ടാക്കുന്നുള്ളൂ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ നമ്മുടെ ഈ 2 കിലോ പഞ്ചസാര, അതാണ് ഇതിലേക്ക് 2 കിലോ മുന്തിരിയിലേക്ക് 2 കിലോ പഞ്ചസാര. ഒത്തിരി പോയിട്ടാ ഒരു പോയിട്ടൊന്നുമില്ല. അത് ഞാൻ അടിപൊളി. പഞ്ചസാര ഇട്ടു. ഈ 3 കിലോ വെള്ളം, 3 കിലോ 3,200 വാട്ടാ. 3 ലിറ്റർ വെള്ളം. 3 ലിറ്റർ വെള്ളം, 3 കിലോ 3 കിലോ എന്നാ പറഞ്ഞു, തെറ്റി പറഞ്ഞിട്ടാ. 3 ലിറ്റർ ഇട്ടാ വെള്ളം ഒഴിക്കുക. സാധാരണ ഇങ്ങനത്തെ വെള്ളം ഒഴിക്കുമ്പോ കിലോ കണക്കല്ല പറയാ, പഠിപ്പിച്ചില്ല. അങ്ങനെയാണ്. 100 ഗ്രാം സൂചി ഗോതമ്പ് ഇടണം. അടുത്തത് 5-6 കറുവപ്പട്ട ഇടുന്നു. ഒരു 10-12 ഏലക്കായ കേട്ടാ. പിന്നെ നമ്മുടെ ഈസ്റ്റിൽ 10 ഗ്രാം ഈസ്റ്റ്, അതിലേക്ക് ചെറിയ ചൂടുവെള്ളം കുറച്ച് ഒഴിക്കുക. അയ്യോ, ഒരു സ്വല്പം പഞ്ചസാര കൂടി ഇടണം. 1 ടീസ്പൂൺ പഞ്ചസാര ഇടണം, ഞാൻ മറന്നു പോയിട്ടാ. ഇല്ല, 1 ടീസ്പൂൺ പഞ്ചസാര ഇടണം. അതായത് സരിത പഞ്ചസാര എടുത്തുകൊണ്ടിട്ടുണ്ട്. പഞ്ചസാര മുഴുവൻ ഇടണതിന് മുമ്പ് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ പഞ്ചസാര ഈ ചെറിയ ചൂടുവെള്ളത്തിൽ ഈസ്റ്റിലിട്ടിട്ടൊന്ന് ഇളക്കണം കേട്ടോ. ഞാനത് മറന്നു. ഇളക്കട്ടെ, എന്നിട്ടാണ് ചേർക്കുക. ചെറിയ ചൂടുണ്ടാവണം. അപ്പോൾ ഈസ്റ്റ് ചെറിയ ചൂടുണ്ടെങ്കിലേ ഈസ്റ്റ് ശരിക്കും അങ്ങോട്ട് പ്രവർത്തിച്ചോളൂ കേട്ടോ, കുഴപ്പമില്ല. പിന്നെ പഞ്ചസാര ഇട്ട് ഇളക്കിയിട്ട് ഈ സാധനം ഇതിലേക്ക് ഒഴിക്കുക. ഒഴിച്ചു. ഇനി ഇത് നമുക്കൊന്ന് കൈ കൊണ്ട് വേണമെങ്കിൽ കൈ കൊണ്ട് ഇളക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ കയ്യെത്തും.
വലിയ സാധനമൊക്കെയാണെങ്കിൽ കൈ കൊണ്ട് എത്തില്ല കേട്ടാ. ഇതിൽ കണ്ടമാനായിട്ടാണ് ഇളക്കാം നന്നായിട്ട്. ഇളക്കി ഇനി നമ്മൾ മൂടി വയ്ക്കുക, അടച്ച് ഭദ്രമായി വയ്ക്കുക. ഭദ്രമായി വയ്ക്കുമ്പോൾ എന്നുള്ള ഇന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇത് കാലത്ത് ഒരു പ്രാവശ്യം എടുത്ത് ഇളക്കണം. ഒരു 6 ദിവസം അല്ലെങ്കിൽ 5 ദിവസം ഇളക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് അടച്ചു വയ്ക്കണം. 16, 17, 18 ഈ ദിവസങ്ങളിൽ നമുക്ക് ഇത് വൈനായിട്ട് മാറും. അതിനപ്പുറം പോരുന്നിട്ട്. അതിനപ്പുറം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ആ സമയത്താകുമ്പോൾ ഇതില് ഇത് ഇത്രയ്ക്ക് നീട്ടാ കറക്റ്റ് ആയിട്ടുള്ളത്. നമ്മളിതിപ്പോ നാളെ ഇളക്കും, മറ്റന്നാൾ ഇളക്കും, അതിന്റെ പറ്റി ഇളക്കും. 3 ദിവസം ഇളക്കിയിട്ട് 3 ദിവസം ഇളക്കും. അത് കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസം നമ്മൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഓരോ ഗ്ലാസ് ജ്യൂസ് തരും. ഞാനും കുടിക്കും ഒരു ഗ്ലാസ്. നാളെ തൊട്ട് കൂടി തുടങ്ങും. ഞങ്ങൾക്ക് എത്രാമത്തെ ദിവസം തരാം? നിങ്ങൾക്ക് 4ാമത്തെ ദിവസം തരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ 4, 5, 6 ദിവസങ്ങളിൽ നമ്മൾ ഓരോ ഗ്ലാസ് വീതം കുടിക്കും. എന്നിട്ട് നമ്മൾ പ്രേക്ഷകരോട് പറയും ഏത് ദിവസമാണ് ഏറ്റവും ടേസ്റ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാലോ വിരുന്നുകാർ കൊടുക്കേണ്ടത് നമുക്ക് ഉണ്ടാക്കിയിട്ട് എത്രാം ദിവസം കുടിക്കാൻ പറ്റുന്നുള്ളത് നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ബാക്കി ഉണ്ടെങ്കിൽ നമുക്കത് വൈനായിട്ട് മാറ്റാം ആ സമയമാകുമ്പോൾ. അപ്പോൾ നമ്മൾ ഇതിട്ട് കഴിഞ്ഞിട്ട് 6ാമത്തെ 7ാമത്തെ ദിവസം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പം തന്നെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കിത് എടുത്ത് വയ്ക്കാം. നാളെ കാലത്ത് നമുക്ക് ഇത് എടുത്തിളക്കാം. 2ാമത്തെ ദിവസം കേട്ടോ. വൈനിട്ടിട്ട് 2ാമത്തെ ദിവസം നമ്മളൊന്ന് ഇളക്കാൻ പോകണം. നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ ഇതിൻ്റെ ഗതി ഇതിൻ്റെ തൽസ്ഥിതി. ഞാൻ ചെടികളുടെ കടയ്ക്ക് ഒഴിക്കാൻ കടാക്കാൻ 2ാം ദിവസം നമ്മുടെ ഈ ഏലക്കായ കണ്ട വീർത്തെടുക്കണ്ട, നല്ല പോലെ വീർത്തെടുക്കണ്ട. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 12 ഏലക്കായും വീർത്തെടുക്കണം. എല്ലാം ഇതായിട്ട് കണ്ട. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കണം കേട്ടോ. ഞാൻ ഒരു കാരണം ഇത് ഇളക്കിയില്ലെങ്കിൽ ഇന്നത്തെ പഞ്ചസാരയൊന്നും ഇങ്ങനെ അരിയില്ല. ഇത് സൗണ്ട് വീണണ്ട, പഞ്ചസാര മുഴുവൻ അലിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കണം. നല്ല ഇത് തുറക്കുമ്പോൾ അടിപൊളി മണമാണ് വരുന്നത്. നന്നായി ഇളക്കി ഇനി നമ്മൾ ഇത് അടയ്ക്കുന്നതിന് മുമ്പ് ഒരു സ്വല്പം ഒന്ന് ഇങ്ങനെ എടുക്കാം. ജോവിൻ്റെ വായ തന്നെ അപ്പോൾ നമ്മൾ അടയ്ക്കണം കേട്ടോ. അടച്ച് ഇനി നാളെ ഇളക്കാം. അങ്ങനെ 4, 5, 6 ദിവസങ്ങളിൽ നമ്മൾ ജ്യൂസായിട്ട് എടുക്കും കേട്ടോ. എടുത്ത് കഴിക്കാൻ പോകണം. ഇനി നാളെ 3ാമത്തെ ദിവസം ഒരു അനക്കം ഇല്ലാണ്ടാണ് കൊണ്ടുവരുന്നത്. പതഞ്ഞു. നമ്മളിത് ഇങ്ങനത്തെ പതകളൊക്കെ വന്നോണ്ട നമ്മളിത് ഇളക്കണം കേട്ടാ. നല്ല എന്തൊരു നല്ല മണമെന്നറിയില്ലേ. പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ടുണ്ട് ഇളക്കി. വേണമെങ്കിൽ ഒരു പൊട്ടൊന്ന് എടുത്ത് നോക്കി വെക്കാം. അറിയാം. ഇനി വൈൻ 4ാമത്തെ ദിവസം നമ്മളിത് എണീക്കിയിട്ടില്ല. ആദ്യം തന്നെ നമ്മളിത് എടുക്കാൻ പോവാണ്. എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ ടേസ്റ്റ് അറിയാം. നമുക്ക് വിരുന്നുകാർക്ക് കൊടുക്കണ്ടേ? വിരുന്നുകാർക്ക് കൊടുക്കലാണല്ലോ മെയിൻ കാര്യം അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്ന് എടുക്കാം. അത് ഇളക്കിയിട്ടൊന്നുമില്ല. 4ാമത്തെ ദിവസം തുറക്കുന്നു.
നീങ്ങിയിട്ടില്ല കണ്ട പാതയ്ക്കുണ്ട് മുകളിൽ ഇത് പിടിച്ച് തരുത ഇളക്കണതിന് മുമ്പ് നമ്മൾ ഇന്നത്തെ എടുക്കുകയാണ് വെറുതെ കണ്ട ഇന്ന് ഒരു ഇതേ ഇങ്ങനെ തെളിങ്ങിൻ്റെ ഊറ്റിയെടുക്കണം. അയ്യോ കുറച്ച് ഇതായി ഇങ്ങനെ പൊക്കിയെടുത്തു കേട്ടാ. എൻ്റെ കളർ നോക്കിയേ അടക്കി തരുന്നത് ഇതേ അതുവരെ ഇത് അടക്കുന്നുണ്ട്. നല്ല കാറ്റുണ്ടേ വല്ല കരടുകളൊക്കെ ഒന്നും ഇപ്പം ഇതിനെ നമ്മൾ അരിച്ച് ഇതിലേക്ക് ഒഴിക്കുന്നു കേട്ടാ. വലിയ പാത്രം എടുക്കുമായിരുന്നു. അയ്യോ പുറത്തീ പോവും. കാറ്റ് 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 അടിയിലത്തെ പാത്രം വലുതാണ്ടായിരുന്നു. ഇത് മുട്ടിച്ചേക്ക് തരുതേ എന്താ കാര്യം ഒക്കെ പുറത്ത് കയറ്റാത്തോണ്ടിരിക്കണോ? അടിയിട്ടില്ല. ഇത് ശരിക്ക് ഞാൻ വലിയ ബൗൾ എടുക്കാന്ന് പറഞ്ഞു. കുഴപ്പമില്ല. ശരിക്ക് ഇത്രയ്ക്ക് മതി നമുക്ക്. ശരിക്ക് ചാമ്പയ്ക്ക് ജ്യൂസ് പോലെ ഇല്ലേ. നിറച്ചാശിന്ന് ഒഴിക്കുന്നില്ല ചേട്ടാ. ആവശ്യത്തിന് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. കാരണം വെച്ചാൽ ഇവർക്ക് ചെറുതായിട്ട് തൊണ്ടവേനിക്കുണ്ട്. അപ്പോൾ ഈശ മതി. ഈ സമയത്ത് 4ാമത്തെ ദിവസത്തിൻ്റെ ടേസ്റ്റ് ഇത് അധികം എടുത്തില്ല ചേട്ടാ. ജഗ് കൂടുതലുള്ളത് ഗ്ലാസ് എടുത്ത് നോക്കിയിട്ട് കഴിക്കാന്ന് പറയുന്നു. എങ്ങനെയുണ്ട് സാധനം? അതിഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരം. ഞാൻ പറയില്ലേ നമ്മള് അപ്പൊ ഈ മുന്തിരി കൊണ്ടിട്ട് അവനെ പഞ്ചസാര ഇട്ടിട്ട് ഒരു ജ്യൂസ് അടിച്ചിട്ട് നമ്മൾ കുടിക്കില്ലേ, അതിൻ്റെയൊക്കെ അപ്പുറത്താണ് ഈ 4, 5, 6 ദിവസങ്ങളിൽ ഈ സാധനം എടുക്കുക. അപ്പൊ നിങ്ങള് ക്രിസ്മസിന്റെ അതായത് ഒരു 21-ാം തീയതി അല്ലെങ്കിൽ 20-ാം തീയതി ഇടുക. അപ്പൊ ആ ദിവസം കറക്റ്റ് പാകണം കേട്ടോ. ചെറുതായിട്ടൊരു തരിപ്പുണ്ടല്ല? ചെറുതായിട്ടല്ല, അത്യാവശ്യം നല്ല തരിപ്പുണ്ട്. പോകുമ്പോ ഇങ്ങനെ ഒരു എരിവ് പോലുണ്ട് ചെറുതായിട്ട്. അപ്പാരാണ് നമ്മൾ ലയിച്ചു പോവും. ഇനിയിപ്പോ ഇതിന്ന് അധികം എടുക്കണില്ല. ഇതിപ്പോ ഈ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇവര് കട്ട് കുടിക്കോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഇല്ല, എനിക്കും ചെഗുനും കുറേശ്ശെ ജലദോഷമുണ്ട്. ഈ മുന്തിരി അതിന് അത്ര നല്ലതല്ലല്ലോ. അത് കാരണം ഇത് കഴിച്ചാൽ കൂടും, തൊണ്ടവേദനയൊക്കെ ആവും. അല്ലാന്ന് ഞങ്ങൾ ഇടയ്ക്ക് കുടിച്ചു തന്നെ. ഞാനല്ല ടൈവൻ. ചെലവില്ല എന്ന് മനസ്സിലായി. ചെലവില്ല, ഇതിന് തീരെ ചെലവില്ല. അപ്പൊ ഇത് പടയ്ക്കാം. അപ്പൊ 3ാമത്തെ 4ാമത്തെ ദിവസം ഇതുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണ. ഇത്ര പഞ്ചസാര ഇടണ്ട. ഇത് മധുരം കുറച്ച് കൂടുതലല്ലേ? അല്ല, മധുരം കൂടുതലല്ല. അത് വൈനായിട്ട് മാറുമ്പോ കറക്റ്റാണ് വരാ. അതാ പറഞ്ഞ വൈനാക്കി മാറ്റാൻ വേണ്ടിയിട്ടല്ല. 4-5 ദിവസം എത്തുമ്പോഴത്തേക്കും എടുത്ത് കുടിക്കാവുന്ന രീതിയിലാണ് ഉണ്ടാക്കണമെങ്കിൽ ഇത്രയ്ക്ക് മധുരം ഇടണ്ട. വൈൻ ആക്കണം എന്നുള്ളൊരു ഇതുപോലെ ഇതേ അളവിൽ തന്നെ ഉള്ളത്. ഇത് മാത്രല്ല, ഇതിനൊരു 100 പഞ്ചസാര 100-200 പഞ്ചസാര കൂടുതലിട്ടാലും കുഴപ്പമില്ല. വൈനാക്കുമ്പോ 18 ദിവസം കഴിയുമ്പോൾ ഇത് എടുക്കുക. വേറെ ഒന്നുമില്ല. ഞാനിത് ഇതിന്റെ വൈനാവണന്റെ രീതി കാണിക്കുന്നില്ല. കാരണം ഇത് കാണിച്ചു കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറെ നാൾ പിടിക്കില്ല. ഇനിയും കുറെ ദിവസങ്ങൾ. ഇത് 18ാമത്തെ ദിവസം ആകുമ്പോ ഇത് മാറ്റണം. ഇത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിപ്പോ 5 ദിവസം കൊണ്ട് 2 ദിവസം കിടക്കാം. പിന്നെ 2 അല്ല 3 ദിവസം കിടക്കി കഴിഞ്ഞിട്ട് പിന്നെ അടച്ചു വെച്ചോ. 18ാമത്തെ ദിവസം ആകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഊറ്റി അരിച്ച് കുപ്പിയിരിക്കാക്കുക. പിന്നെ അടിയിൽ മട്ടൂറുമ്പോൾ ആ കുപ്പിയിൽ തിരുത്തിട്ട് തെളിയാനോട് ഊറ്റിട്ട് വേറെ കുപ്പിയിരിക്കുക. അത് നാക്കാനായിട്ട് നിനക്ക് ഉണ്ടാവില്ല. അത് വേറെ കാര്യം. നമ്മൾ അടിച്ചു തീർക്കും. അത്രേ ഉള്ളൂ. പിന്നെ 18 കഴിഞ്ഞിട്ട് 19-20 ദിവസങ്ങളിൽ ആ കൊറ്റനില്ലേ അതിലുള്ളത് അത് എടുക്കാണ്ടിരിക്കരുത്. എടുക്കാണ്ടിരുന്ന് ചിലപ്പോൾ അതിൽ ചിലപ്പോഴല്ല ഉറപ്പായിട്ടും പുഴു വരും. അപ്പൊ അങ്ങനെ സമയം കൊടുക്കാൻ പാടില്ല. ചേട്ടന് ഈ വൈൻ ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞിട്ട് വൈനിട്ടു എടുക്കാൻ മറന്നു ഇട്ടിട്ട് അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതേപോലെ തന്നെ എല്ലാ പ്രോസസ്സും കറക്റ്റ് ആയിട്ട് ചെയ്ത് കാരണം ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര ശ്രദ്ധയായിരിക്കുമല്ലോ. അങ്ങനെ അതൊക്കെ ചെയ്തു. എന്നിട്ട് അത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ടേസ്റ്റായി. ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മദ്യം കഴിക്കണവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ ചേട്ടന്റെ ഫ്രണ്ട്സൊക്കെ കുറച്ച് പേരും അക്കാദമിയിലുള്ളവരും എല്ലാവരും കഴിച്ചു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഉണ്ടാക്കി ഒരു വട്ടം കൂടി. പിന്നെ ഉണ്ടാക്കിയപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 18 ദിവസമായപ്പോൾ നമ്മൾ എടുക്കാനായിട്ട് മറന്നു. ഒരു 3-4 ദിവസത്തിലേക്കാണ് പോയി കഴിഞ്ഞപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ കൊറ്റനുകളൊക്കെ ഇല്ലേ അതിൽ ചെറിയ പുഴുക്കളായി മാറി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 18 ദിവസം ആകുമ്പോൾ തന്നെ നമ്മൾ ഇതിലത്തെ
കംപ്ലീറ്റ് അരിച്ച് ഊറ്റിയെടുക്കുക. കൊറ്റനൊക്കെ കൊറ്റൻ ഊറ്റിയെടുക്കുക, ഇത് മാറ്റി വയ്ക്കുക. കൊറ്റൻ എടുത്തിട്ട് കളയുക, കംപ്ലീറ്റ് കൊറ്റെടുത്ത് കളയുക. ഈ എന്താ പറയുക, സൂചി ഗോതമ്പും എല്ലാം ഉണ്ടാവും, എല്ലാം കൂടിയിട്ടത് എടുത്ത് കളഞ്ഞു. കോഴികൾ കൊടുത്ത കോഴികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളത് മറ്റേ MSME ഇല്ലേ, തൃശ്ശൂരത്തെ മറ്റേ നമ്മുടെ ചെറുകിട വ്യവസായ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇടുന്നത്. പിന്നെ നമ്മുടെ കുക്കുംബർ ഉണ്ട്. നമ്മൾ ഇന്നലെ മിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കുക്കുംബർ ഇത്രയ്ക്ക് വലുതാവണ കുക്കുംബറിൻ്റെ തൈ 12 ഇടുന്നതല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ദിവസമായി നമ്മുടെ കുക്കുംബർ കണ്ടോ നല്ല വലിപ്പമായി, ഏകദേശം നമ്മുടെ കൈൻ്റെ ഇത്രയ്ക്ക് വലിപ്പമായി. ഞാൻ അപ്പോൾ പൊട്ടിക്കാൻ പോണ്. 2 ഉണ്ട്, പിന്നെ അവിടെ ഇവിടേക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് രണ്ടും പൊട്ടിക്കണ ഇല്ല, ഇത് കുറച്ചും കൂടി വലുതാവും. അപ്പോൾ ഈ ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ട്. ഇത് ഒരെണ്ണം പൊട്ടിച്ചത് തന്നെ നമുക്ക് ഞങ്ങൾക്ക് 3 പേർക്ക് തിന്നാനുള്ള ഉണ്ട്. ഇത് കുറേ ഉണ്ടായിട്ടാ, എല്ലാം പടർന്ന് പന്തലിച്ച് തുടങ്ങണം. കയ്പക്കായൊക്കെ ഞങ്ങൾ ഉണ്ടായിട്ട് ഉറകട്ടി തുടങ്ങി. പിന്നെ പയറുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ടായി തുടങ്ങി. പന്തലൊക്കെ ഉഷാറായി. ഇത് നിത്യവഴുതന പൂവിട്ട് തുടങ്ങി. അപ്പോൾ നമ്മുടെ കുക്കുംബർ വെറുതെ ഓടിക്കും. എന്താ രസം. കടിയെടുത്തോ, അടിച്ചോ. എനിക്കിതിങ്ങനെ വട്ടത്തിൽ കനം കുറച്ച് നോക്കിയിട്ടേ ഉപ്പും ചെറുനാരങ്ങയൊക്കെ അതെനിക്കിഷ്ടം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.